ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന പിങ്ക് പാൽപ്പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ കുറേ രീതിയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിങ്ക് പാൽപ്പായസം തയ്യാറാക്കാമെന്ന രീതിയാണ് ഞാനിതിവിടെ ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി ഓണമൊക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് പുഴുങ്ങലരി നല്ലോണം വാഷ് ചെയ്തിട്ട് 1 മണിക്കൂർ കുതിർത്തിട്ട് വെള്ളം വാർന്നെടുത്ത് വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ മാത്രം കുതിർത്ത് വെച്ചാൽ മതി, കൂടുതൽ കുതിർത്ത് വെക്കണ്ട. അതുപോലെ വെള്ളം നല്ലോണം വാർന്നെടുക്കുകയും വേണം കേട്ടോ, ഒട്ടും വെള്ളം ഉണ്ടാകരുത്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരു അരി 2 പീസ് ആ ഒരു രീതിയിൽ ക്രഷ് ചെയ്ത് കിട്ടിയാൽ മതി, നല്ലോണം പൊടിച്ചെടുക്കണ്ട. പിന്നെ നിങ്ങൾക്ക് നെയ്ച്ചോറിൻ്റെ ചെറിയ അരിയൊക്കെ ഇല്ലേ, അതിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് ഈ ഒരു റൈസിൽ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഞാനിത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു റൈസ് ഒരു 2-3 പീസ് ആ ഒരു രീതിയിൽ മാത്രം നമുക്ക് കിട്ടിയാൽ മതി കേട്ടോ, നല്ലോണം പൊടിച്ചെടുക്കണ്ട. അതുപോലെ നമ്മൾ വെള്ളം ഇതിലുണ്ടെങ്കിൽ നമുക്ക് അതൊരു പേസ്റ്റ് പരുവത്തിലൊക്കെ ചിലതായി വരും. അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റില്ല കേട്ടോ, നന്നായി പെർഫെക്റ്റായിട്ട് വരില്ല. അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം വാർന്നിട്ട് വേണം ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ഒരു കുക്കറിൽ തന്നെയാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു സെയിം കുക്കറിൽ തന്നെ ഷുഗർ കാരമലാക്കി എടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. പഞ്ചസാര ചൂടായി വരാനായിട്ട് ഒരു ഇച്ചിരി സമയം എടുക്കും. ഇത് മെൽട്ടായിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോഴേക്കും ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയാൽ മതി. ഈ ഒരു സമയത്തൊക്കെ പെട്ടെന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കാം കേട്ടോ. പിന്നെ നല്ലോണം ഡാർക്ക് കളറായാൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊള്ളില്ല, ഒട്ടും കൊള്ളില്ല, അത് കയ്പ്പ് രസം വരും. അപ്പോൾ ഈ സമയത്തൊക്കെ ഒരു ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കാം. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്, ഫുള്ള് മെൽട്ടായിട്ട് പാകത്തിനുള്ള കളറ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനിവിടെ 1 ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് കുറച്ച് പാല് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ പതഞ്ഞ് വരും പാല് ചേർക്കുമ്പോൾ, അപ്പോൾ ഒന്നിച്ച് ചേർത്ത് കൊടുക്കണ്ട. പിന്നെ അതുപോലെ ആ ഒരു കാരമലൊക്കെ കുറച്ച് കട്ട കെട്ടിയതുപോലൊക്കെ ഉണ്ടാവും. അത് ചൂടായി വരുമ്പോഴേക്കും ശരിയായിക്കോളൂ കേട്ടോ. കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ തന്നെ അത് ഫുള്ള് മെൽട്ടായിട്ട് ശരിയായിക്കോളും. അപ്പോൾ ഇതിപ്പോൾ കട്ട പിടിച്ചതൊക്കെ കുറച്ച് ഓക്കെ ആയിട്ടുണ്ട്, ചെറുതായിട്ടുണ്ട്, അത് കുഴപ്പമില്ല. കുക്കറിൻ്റെ അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല. ഇനി ഇതിലോട്ട് ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ഞാൻ വീണ്ടും അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം, 1 നുള്ള്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഒരു റൈസ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിത് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ അരക്കപ്പിനേക്കാളും ഒരു 2 ടേബിൾ സ്പൂൺ കൂടുതലുണ്ട് കേട്ടോ, അത് കുഴപ്പമില്ല. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് തിളപ്പിക്കാം. നന്നായി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇളക്കി കൊടുക്കണം കേട്ടോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണല്ലോ തിളപ്പിച്ചെടുക്കുന്നത്. ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് അരമണിക്കൂർ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. അരമണിക്കൂർ മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ, ലോ ഫ്ലെയിമിൽ കൂടുതൽ വെക്കണ്ട. അപ്പോൾ അത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതുപോലെ അതിൻ്റെ വെള്ളമൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരും, അത് കുഴപ്പമില്ല. അപ്പോൾ ഇത് അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റോളം ഇത് മാറ്റി വെക്കുക കേട്ടോ. ഇതിൻ്റെ പ്രഷറൊക്കെ പോകുന്നത് വരെ ഇത് മാറ്റി വെക്കുക. അപ്പോൾ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് 15 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ചെറുതായിട്ട് പ്രഷറുണ്ട്, അത് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് പ്രഷറൊക്കെ എടുത്തിട്ട് തുറന്ന് നോക്കാം.
അപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്. പാല് പിരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, നല്ല പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച ഒരു പീച്ച് കളറിലും വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കളറ് വേണ്ടെന്നുണ്ടെങ്കിൽ ഷുഗർ കാരമൽ ചെയ്യുന്നത് ഒഴിവാക്കിയാൽ മതി കേട്ടോ. പിന്നെ ഡയറക്റ്റ് പാലിലോട്ട് ആ ഒരു റൈസ് ചേർത്തിട്ട് വേവിച്ചാൽ മതി. ഇത് ചൂടാറുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് വരും കേട്ടോ. ചൂടാറും തോറും ഇത് തിക്കായിട്ട് വരും. അപ്പോൾ നല്ല പാകത്തിന് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെയൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിതിൻ്റെ ടേസ്റ്റും കൂടി ഒന്ന് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള പാൽപ്പായസമാണ്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.